നമസ്കാരം പ്രിയമുള്ളവരെ. ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ വിറങ്ങലിച്ചു നിൽക്കുന്നു എന്നതാണ് ഈ പാതിരാവിൽ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഓൾ ഇസ്രായേലി സിറ്റീസ് അണ്ടർ ഇറാൻ അറ്റാക്ക് എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇസ്രായേലിന്റെ എല്ലാ പ്രധാനപ്പെട്ട സിറ്റികളും ഇറാന്റെ അറ്റാക്കിലാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മിക്കപ്പോഴും ഇസ്രായേലിന്റെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും സ്ഫോടനങ്ങളുടെയും അതുപോലെ കരിയുടെയും അതുപോലെയുള്ള തീയുടെയും ഒക്കെ ഗന്ധം ഉയരുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശകലനങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. 300-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ അയച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പകുതിയും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇസ്രായേൽ പതിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങളും പുകപടലങ്ങളും കൊണ്ട് മുഖരിതമാണ് ഇസ്രായേലിലെ പ്രമുഖ നഗരങ്ങൾ എന്ന വാർത്തയാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം. ഇസ്രായേലിന്റെ യുദ്ധമന്ത്രാലയം, ടെലവീവിലെ യുദ്ധമന്ത്രാലയം ഈ ആക്രമണത്തിൽ നശിച്ചതായി വാർത്തകൾ പുറത്തു വരികയാണ്. ഒപ്പം തന്നെ ഇസ്രായേൽ ഈ മിസൈലുകൾക്കൊപ്പം തന്നെ ഡ്രോണുകൾ അയച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഈ ഡ്രോണുകൾ ഇസ്രായേലിൽ എത്തുന്നതിന് കാലതാമസം നേരിടേണ്ടി വരും എന്ന വാർത്തയാണ്. അതായത് 185 കിലോമീറ്ററുകൾ മാത്രം വേഗതയിലാണ് ഡ്രോണുകൾ സഞ്ചരിക്കുന്നത്. മിസൈലുകളെ പോലെയല്ല. അങ്ങനെയുള്ള ഡ്രോണുകളും ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ അയച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 136 ഷാഹിദ് ഡ്രോണുകൾ, അത് മണിക്കൂറിൽ 185 കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത്. 50 കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുവാൻ കഴിയും ഒരു ഡ്രോണിൽ. അങ്ങനെയുള്ള ഡ്രോണുകൾ 300 എണ്ണം ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ വിക്ഷേപിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. GPS സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ അയൺ ഡോമുകൾ പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ നശിപ്പിക്കാൻ കഴിയില്ല. കാരണം GPS ഉള്ളത് കൊണ്ട് തന്നെ ലൊക്കേഷൻ മാറ്റാൻ ഇറാനിൽ നിന്ന് കഴിയും എന്ന ഒരു അവലോകനവും അന്തർദേശീയ യുദ്ധ വിദഗ്ധരൊക്കെ നടത്തുകയാണ്. കാരണം ഈ ഡ്രോണുകളെ ഇസ്രായേൽ എങ്ങനെ പ്രതിരോധിക്കും എന്ന വലിയ ഒരു ചർച്ചയും അന്തർദേശീയ തലത്തിൽ ഉയരുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന് ഇറാന്റെ ശക്തമായ മിസൈൽ പ്രഹരത്തിന് മുന്നിൽ ഇസ്രായേൽ വിറങ്ങലിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ്. നേരത്തെ രാവിലെ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം ഇറാനെതിരെ ഉണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആണവ നിലയം നാഥാനിൽ അതിൽ ചില വിള്ളലുകളുണ്ടായി. അവിടെ നിന്ന് ആണവ ഊർജം വികിരണം നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയായിരുന്നു. ഒപ്പം പ്രമുഖരായ സൈനിക ഉദ്യോഗസ്ഥന്മാർ കൊല ചെയ്യപ്പെട്ടിരുന്നു. അതിന് ശക്തമായ തിരിച്ചടി ഈ അവസരത്തിൽ ഇറാൻ കൊടുക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ആൾ ഇസ്രായേലി സിറ്റീസ് അണ്ടർ ഇറാൻ അറ്റാക്ക്. എല്ലാ ഇസ്രായേലി സിറ്റികളും ഇറാന്റെ അറ്റാക്കിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് BBC-യും CNN-ഉം അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യയും പോലെയുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ചില അവകാശവാദങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. നേരത്തെ ഉണ്ടായ രാവിലെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ ഒരു ഫൈറ്റർ ജെറ്റ് ഇറാൻ വെടിവെച്ചിട്ടതായ ഇറാൻ അവകാശപ്പെടുകയാണ്. ഒപ്പം ഒരു വൈമാനികയെ, വനിതാ പൈലറ്റിനെ ഇറാൻ ഈ വിമാനത്തിൽ നിന്ന് തടവിലാക്കി എന്ന വാർത്തയും പുറത്തു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങളൊക്കെ ലഭിക്കുവാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റു ചില റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ടെലിഫോണിൽ ബന്ധപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രായേലിനെതിരെ, അതായത് ഒരു യുദ്ധത്തിന് തയ്യാറാകരുത് എന്ന് അപേക്ഷിക്കുവാനാണ് ആ ഫോൺ വിളി എന്ന ഒരു വിശദീകരണം ഉണ്ടാകുകയാണ്. കാരണം നേരത്തെ റഷ്യക്കെതിരെ ഉക്രൈന് ചില ആയുധങ്ങൾ ഇസ്രായേൽ നൽകിയെന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഒപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇസ്രായേലിന് അതുമായി ബന്ധപ്പെട്ട താക്കീത് നൽകിയിരുന്നതാണ്. ഇതോടനുബന്ധിച്ചാണ് ഇപ്പോൾ വ്ളാദിമിർ പുടിനെ ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ച് തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യരുത് എന്ന് അപേക്ഷിച്ചതായി പറയുന്നത്. പക്ഷേ വ്ളാദിമിർ പുടിൻ അദ്ദേഹത്തിന്റെ അപേക്ഷ തിരസ്കരിച്ചു എന്ന വാർത്തയും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമായി നീങ്ങുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇറാന്റെ ശക്തമായ മിസൈൽ പ്രഹരം അത് ഇസ്രായേലിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിഷ്ഫലമാക്കിക്കൊണ്ട് ശക്തമായ തിരിച്ചടി നൽകുവാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.